ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് പലപ്പോഴായിട്ട് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, എന്താണ് എപ്പോഴും തൃശ്ശൂർ കിടന്നെ കറങ്ങണേ, മറ്റുള്ള ജില്ലയിലേക്കും കൂടി പൊക്കൂടെയെന്ന്. എന്നാൽ ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് ജില്ലയിലേക്കാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മൾ പോണത് ഷൊർണൂർക്കും വാടാനംകുറിശ്ശിയിലേക്കൊക്കെയാണ്. ഷൊർണൂർ ഭാരതപ്പുഴയുടെ തൊട്ടടുത്ത് കിടക്കണോണ്ടേ നമുക്കത് പാലക്കാടാണെന്നുള്ളൊരു തോന്നൽ പലപ്പോഴും വരാറില്ല. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും യൂട്യൂബറുമാണ് അർജുൻ. കഴിഞ്ഞ ദീപാവലിക്ക് ഗുരുവായൂർ വെച്ചാണ് അർജുൻ ആദ്യമായിട്ട് കാണുന്നതും ഞങ്ങൾ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യണതും. അന്ന് മുതൽ പലതവണ അർജുൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ ക്ഷണിക്കേണ്ടായി. അപ്പോൾ ഇന്ന് അർജുൻ്റെ നാടായിട്ടുള്ള വാടാനംകുറിശ്ശിയിലേക്ക് ഞങ്ങൾ പോവാണ്. നമ്മൾ ഈ ഷൊർണൂർ പോണ വഴിക്കാണ് അകമല അയ്യപ്പ ക്ഷേത്രം. ഒരു പ്രാവശ്യം ക്യാപ്റ്റൻ രാജേഷേട്ടൻ്റെ കൂടെ പോയപ്പോഴേ ഞാനിവിടെ കയറി തൊഴുതിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ക്ഷേത്രം. ഊബറായതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല, ജസ്റ്റ് കാറിലിരുന്ന് തന്നെ തൊഴുതു. അകമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ വീഡിയോ വിശദമായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെന്തായാലും മറ്റൊരിക്കലാവട്ടെ. ഇവിടെ നിന്ന് ഷൊർണൂർക്ക് 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വാടാനംകുറിശ്ശിക്ക് അവിടെ നിന്ന് കുറച്ചുകൂടെ പോകണം. പലപ്പോഴും ട്രെയിനിൽ പോകുമ്പോഴേ ഷൊർണൂർ വഴി പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങാനോ അവിടുത്തെ കാഴ്ചകൾ പകർത്താനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ ചെറുതുരുത്തി കഴിഞ്ഞ് ഷൊർണൂർ പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. പാലത്തിന് സമാന്തരമായിട്ട് പഴയ റെയിൽവേ പാലവും താഴെ ഭാരതപ്പുഴയും കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് വള്ളവനാടൻ പ്രകൃതി ഭംഗി തുടങ്ങേ. വിചാരിച്ച പോലെ കൃത്യം 7:30 തന്നെ വാടാനംകുറിശ്ശിയിലെത്തി. വാടാനംകുറിശ്ശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് അർജുൻ്റെ വീട്. അർജുനെ വിളിച്ചപ്പോൾ അർജുൻ ഓൾറെഡി ബസ് സ്റ്റോപ്പിൽ വണ്ടിയായിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഹായ് ഹായ് ഹായ്. കുറച്ച് പഴയ വണ്ടിയാണ്, ലോക്കിനോട്ടത്തിന് ഇതൊക്കെ പൊടക്കുതിരി തന്നെയാണ്. വണ്ടി ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് പഴയത്. നമ്മൾ ആദ്യം പോണ അമ്പലത്തിന്റെ പേരെന്താ? ഇതിന്റെ പേര് മൂലേക്കാവ് ഭഗവതി ക്ഷേത്രം. മൂലേക്കാവ് കുറച്ച് ഹൈ റേഞ്ച് ആണ്. അത് ശരി. ചെറുതായിട്ട്. അർജുൻ പറഞ്ഞ പോലെ തന്നെ ശ്രീ മൂലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര കയറ്റങ്ങളും ഇറക്കങ്ങളും ചെറിയൊരു അഡ്വഞ്ചറൊക്കെ നിറഞ്ഞതായിരുന്നു. അർജുൻ്റെ ഡ്രൈവിംഗ് സ്കില്ലും വണ്ടിയുടെ പെർഫോമൻസും കണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടി. ക്ഷേത്രത്തിലേക്കുള്ള വഴി നിറയെ ചെളിയൊക്കെ ആയിട്ട് ചെറിയൊരു ഓഫ് റോഡ് ഡ്രൈവ് പോലെ തന്നെയായിരുന്നു. തിരിച്ചു കയറുമ്പോഴാണ് പ്രശ്നം. അല്ല ബ്രോനെ പിന്നെ ശീലായില്ലോ അല്ലേ? ശീലായിരുന്നു. മാത്രല്ല ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഓട്ടോക്കാരൻ എവിടെന്നെങ്കിലും കയറി വരും. അപ്പൊ ഇപ്പോഴും ഈ ഓടൊക്കെ ഇട്ടിട്ടുള്ള അമ്പലങ്ങള് കുറച്ചേ ഉള്ളൂ ഇപ്പൊ ആക്ച്വലി. എന്നാലും അതൊക്കെ സംരക്ഷിക്കണം. ഈ കോൺക്രീറ്റ് ഇട്ട കുറെ അമ്പലങ്ങളിൽ ഇതിലേക്ക് മാറി തുടങ്ങി. അവിടെ മഴ ഉണ്ടോ? അവിടെ മഴ ഉണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പൊരിഞ്ഞ മഴയായിരുന്നു. ചളി ഉണ്ടല്ലേ? അതിപ്പോ ഇവിടെ നിന്നിപ്പോ എവിടെ പോകുമ്പോഴും ഉണ്ടാവും. വണ്ടി ഇപ്പൊ അതിന് യൂസ്ഡ് ആയിരുന്നു. കുന്നുംപുറത്ത് ഒരു പാടത്തിനരികെ വളരെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസിൽ നിൽക്കുന്ന ചെറിയൊരു ക്ഷേത്രം. അതാണ് ശ്രീ മൂലേക്കാവ് ഭഗവതി ക്ഷേത്രം.
ലാളിത്യമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ്. ഇങ്ങനെയുള്ള അമ്പലങ്ങളിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ദൈവിക ചൈതന്യം ശരിക്കും ഫീൽ ചെയ്യും. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമൊക്കെ വളരെ രസകരമാണ്. അതിവിടെ വിശദമായി എഴുതി വച്ചിട്ടുണ്ട്. മറ്റൊരു രസകരമായ കാര്യം, ഇവിടെ വഴിപാട് ചീട്ടാക്കാൻ വേറെ ആൾക്കാരൊന്നുമില്ല. വഴിപാട് വിവരങ്ങളൊക്കെ നോക്കി നമ്മൾ തന്നെ സ്വയം എഴുതി ചീട്ട് ശ്രീകോവിലിൻ്റെ അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുക. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. തൊഴുതിറങ്ങി. ഇനി പ്രദക്ഷിണമാണ്. നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അങ്ങനെ പരന്ന് കിടക്കുന്ന നെൽപ്പാടാണ്. പെട്ടെന്നാണ് ഒരു മയിൽ പറന്നു പോണ കണ്ടേ. മയിൽ പോണ് പറഞ്ഞിട്ട് കിട്ടിയ സാധനം. ഞാൻ പലപ്പോഴും ആലോചിക്കാൻ ഈ മയിൽ എങ്ങനെ പറന്നു വരുന്നത്. ഇപ്പോഴാണ് കാണാൻ ആദ്യമായിട്ട്. മയിലെ ഒരു ഷോട്ടും കൂടി പ്ലീസ്. ഇവിടന്നേ ഒരു ഏറിഞ്ഞാൽ മതി. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ഒരു ശിവപ്രതിഷ്ഠ കൂടിയുണ്ട്. അവിടെയും കൂടി ഒന്ന് തൊഴുതു. ഞായറാഴ്ച ദിവസം രാവിലെ 6 മുതൽ 9 വരെയും മറ്റ് ദിവസങ്ങളിൽ 8:30 വരെയാണ് ദർശന സമയം. വൈകിട്ടാണെങ്കിൽ 6 മുതൽ 6:30 വരെ മാത്രമേ ദർശന സമയമുള്ളൂ. എന്തായാലും രാവിലെ തന്നെ തൊഴുതിറങ്ങിയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ തോന്നി. മാത്രമല്ല നമ്മൾ കുറച്ചുകൂടെ പഴയൊരു കാലഘട്ടത്തേക്ക് പോയ പോലൊരു പ്രതീതി. ഇവിടെ മണ്ണ് കുറച്ച് ഉറച്ചിട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ശരിക്കും ജീപ്പായിട്ട് വരണല്ലേ അല്ലേ? ഓഫ് റോഡിന് പറ്റിയ സ്ഥലം. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണത് ഷൊർണൂരുള്ള കുട്ടേട്ടൻ്റെ കടയിലേക്കാണ്. അതിന് മുമ്പായിട്ട് അർജുൻ്റെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനെ കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അർജുൻ എപ്പോഴും പറയാറുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് വാടാനംകുറിശ്ശിയിലേത്. ഇത് വളരെ ചെറിയ ഒരു നാടൻ റെയിൽവേ സ്റ്റേഷനാണ്. അധികം ട്രെയിനുകളൊന്നും ഇവിടെ നിർത്താറില്ല. ഇതൊരു ചെറിയ ഹോൾട്ട് സ്റ്റേഷനാണെന്ന് പറയാം. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ഒരു ചെറിയ ബിൽഡിംഗ് കാണാം. അതിൽ ഈ കട ഉദ്യാനപാലകൻ എന്നുള്ള സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ കടയായിരുന്നു എന്നാണ് അർജുൻ പറയണത്. അതുപോലെ കിളിച്ചുണ്ടൻ മാമ്പഴം, അങ്ങനെ കുറേ സിനിമകളൊക്കെ വാടാനംകുറിശ്ശി ഈ ഭാഗത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അർജുനിൽ നിന്ന് അറിഞ്ഞത്. ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ അല്ലേ? രണ്ടാളും നല്ല മാച്ചിലാണല്ലോ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നിലമ്പൂർ ഷൊർണൂർ എക്സ്പ്രസ്, കൊച്ചുവേളി നിലമ്പൂർ എക്സ്പ്രസ്. വളവ് ചെയ്യുന്നിടത്ത് ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. ഇത് കാരണം തന്നെ ഈ റൂട്ട് തന്നെ കുറെ വ്ളോഗ് ചെയ്തിട്ടുണ്ട് ആളുകൾ, ട്രെയിൻ വ്ളോഗ്. ഒരു കോവിഡിന് മുന്നേ ഒരു 6 കൊല്ലം മുന്നേ വരെയൊക്കെ ഇങ്ങനത്തെ കാർഡായിരുന്നു ഇവിടെ. അപ്പോഴാണ് ആ ടിക്കറ്റിന്റെ പേപ്പർ ടിക്കറ്റിലേക്ക് മാറിയത്. ഇതിപ്പോൾ എത്ര ആൾ മുമ്പ് എടുത്താ? ഇത് 18 2020 പോസ്റ്റ് ചെയ്ത് 18 എടുത്തല്ലേ. അമ്മയുടെ സ്ഥിരം പോസ്റ്റ്, സത്യമാഷ പോസ്റ്റിലാകുമ്പോൾ നിൽക്കും.
കാരണം ഈ പറയണ ഷൊർണൂർ നിലമ്പൂർ റൂട്ടും പിന്നെ ഈ പാലക്കാടായിട്ടുള്ള റോഡും കണക്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഷൊർണൂർക്കും നിലമ്പൂർക്കാണ് ട്രെയിൻ ഉള്ളൂ അല്ലേ? അല്ലേ? പിന്നെ വല്ല തീയണ്ട ഇല്ല. ഇല്ല, അത് മറ്റേ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന രാജറാണി ഉണ്ട്, ആ വഴി അല്ലേ? നിലമ്പൂര് പോണ ട്രെയിനൊക്കെ ഈ വഴിയാകും പോവാ. നിലമ്പൂരാണ് ഡെസ്റ്റിനേഷൻ, അതിനപ്പുറത്തേക്ക് റെയിൽ ഇല്ല. ഓ, നിലമ്പൂരിന്ന് ഊട്ടിയിലേക്ക് എത്ര ദൂരം ഉണ്ട്? അത് ഒരു 90-95 കിലോമീറ്റർ. ഇതാണ് ഞങ്ങളുടെ മേൽപ്പാലം 2 മാസമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഇതാണ് അർജുന്റെ വ്ളോഗിൽ കണ്ട മേൽപ്പാലം, വാടാനംകുരിശി മേൽപ്പാലം. ഇത് പാലക്കാട് ജില്ലയിൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം, കാരണം ഇത് കൂടെ യാത്ര ചെയ്യാത്തവർ കുറവാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളവർക്ക് ഗുരുവായൂർ പോകണമെങ്കിൽ ഈ വഴിയെ പോകാൻ പറ്റുള്ളൂ. ഓ, മറ്റേ ബസ്സിന്റെ പേരെന്തായിരുന്നു അന്ന് ഗുരുവായൂർ വന്ന ബസ്സിന്റെ പേര്? സുമാ ട്രാവൽസ്. ഇവിടെ സുമാ ട്രാവൽസ് ഇതിലാണ് പോവാല്ലേ? സുമാ ട്രാവൽസും മയിൽ വാഹനം പട്ടാമ്പി. മേൽപ്പാലം കഴിഞ്ഞ ഉടനെ വലതുവശത്തേക്ക് അർജുൻ ഷൊർണൂർക്കുള്ള ഒരു ഷോർട്ട് കട്ട് എടുത്തു. ഈ വഴി പോവുകയാണെങ്കിൽ ട്രാഫിക് കുറവാണ്, പിന്നെ നല്ല തണലും മരങ്ങളും പച്ചപ്പൊക്കെയുള്ള ഒരു വഴി കൂടിയാണ്. മാത്രമല്ല നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ കുട്ടേട്ടൻ്റെ കടയിലേക്കുള്ള എളുപ്പ വഴി കൂടിയാണിത്. നമ്മുടെ ഇടത് ഭാഗത്ത് കാണുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 7ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോഴാണ് കുട്ടേട്ടൻ്റെ കട. ഞാൻ ബഹുമാനസൂചകമായിട്ട് കുട്ടേട്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കടയുടെ പേര് വരുന്നത് കുട്ടൻ്റെ കട എന്നാണ്. പണ്ടിത് നായന്മാരുടെ കട എന്നാണ് അത്രേ അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 70 വർഷത്തോളം പഴക്കമുള്ള ഒരു നാടൻ കടയാണിത്. ഇവിടെ നല്ല വെള്ളപ്പവും ചട്നിയും സാമ്പാറും പൂരിയൊക്കെ കിട്ടുന്നതാണ് അർജുൻ പറഞ്ഞത്. എന്തായാലും യാതൊരു ബഹളങ്ങളും ഇല്ലാണ്ട് വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലുള്ള നാടൻ ചായക്കട എനിക്കെന്തായാലും വലിയ ഇഷ്ടമായി. രാവിലെ തൃശ്ശൂരിൽ നിന്ന് പോന്ന പിന്നെ പച്ചവെള്ളം കുടിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ടേ. പൊതുവെ നമ്മുടെ നാടൻ ചായക്കടകളിൽ ചെല്ലുമ്പോഴേ അവിടെ വൃത്തി അല്പം കുറവായിരിക്കും, തുടയ്ക്കാനൊക്കെ സമയമെടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്ലേസായിട്ട് എനിക്ക് തോന്നി. ഒരു ഡെസ്കുമലും ചട്നിയുടെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒന്നും വേസ്റ്റേ ഇല്ല. അമ്മയ്ക്കിട്ടില്ല. ഇവിടെ 1 man ആർമിയായിട്ട് ഓടി നടന്ന് വിളമ്പുകയും എല്ലാം ചെയ്യുന്ന ഈ അനീഷേട്ടൻ്റെ പേര് തന്നെയാണ് കുട്ടൻ എന്നുള്ളത്. പുള്ളിയുടെ അമ്മാവന്മാരായിട്ടാണ് കട തുടങ്ങിയത്. ഇപ്പോൾ അനീഷേട്ടനും ഭാര്യ വിജിച്ചേച്ചിയും കൂടിയാണ് കട നടത്തുന്നത്. നമ്മൾ ഈ ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴേ ചില കുഞ്ഞു കടകളിൽ ഒറ്റയ്ക്കൊരാൾ നിന്ന് എല്ലാം ചെയ്യണ കാണാം. അതുപോലെയാണ് ഈ അനീഷേട്ടനും. ചേട്ടൻ്റെ സംസാരവും പെരുമാറ്റവും സ്പീഡൊക്കെ കണ്ട് അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. നല്ല ചൂടുണ്ടല്ലോ. എന്താ അതൊരു മുട്ടറസ്റ്റ് എടുക്കോ? നല്ല അല്ല വലിയ വെള്ളപ്പല്ല അതിപ്പോ. ഓ അടിപൊളി മുട്ടക്കറി കിട്ടിയല്ലോ. ദീപുവിൻ്റെ കഴിപ്പ് കണ്ടിട്ടേ എനിക്ക് സഹിക്കണില്ല. ഞാനാണെങ്കിൽ ഓർഡർ ചെയ്തത് പൂരിയായി പോയി. എത്രയെന്ന് വെച്ചാൽ മനുഷ്യ കൺട്രോൾ ചെയ്യാം. മതി. മതി സാമ്പാർ ചൂട് സാമ്പാറാണ്. ഇവിടുത്തെ മുളക് ചമ്മന്തി അതിൻ്റെ കൂടെ ഒരു പൊടി കൂടി ഒരു തരുന്നുണ്ട് കേട്ടോ. രണ്ടും സൂപ്പറാണ്. അടിപൊളി കേട്ടോ, അടിപൊളിയുണ്ട്. മുട്ടക്കറിയുടെ മസാല മുട്ടക്കറി സൂപ്പറായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം മുട്ട ചാട്ടം എടുക്കണ്ടേ. സത്യത്തിൽ ഞാൻ പൂരി ഓർഡർ ചെയ്തില്ല, ഞാനും അർജുൻ ബ്രോയും. പക്ഷെ ഞങ്ങളല്ല ഞാൻ വെള്ളപ്പടിച്ച ഒരു ലെവലായി. പക്ഷേ പൂരി അടിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. നല്ല ചൂട് പരിപ്പോടെയാണ്. ഓ
നല്ല കിടിലൻ പരിപ്പോട. അത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പൂരി എത്തിയിട്ട. അതിൻ്റെ കൂടെ വീണ്ടും ഒരു പരിപ്പോട എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഇതിലൊരു വട ഉണ്ട്. ഓൾറെഡി ഞാൻ ഒരു വട കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ലാവിഷായിട്ട് ചട്നി എനിക്കിതിന് മുമ്പ് എവിടെ നിന്ന് കിട്ടിയിട്ടില്ല. കോരിക്കോരി അങ്ങോട്ട് ഒഴിക്കുകയാണ്. അതിപ്പോൾ ചമ്മന്തി ആയാലും അങ്ങനെ തന്നെ. ചട്നി പൂരി മുട്ട റോസ്റ്റ് ഇഡലി വിത്ത് കിഴങ്ങ് കറി. രണ്ടെണ്ണം എടുത്തോ? രണ്ട് ഇഡ്ഡലി എടുത്തോ? ഇഡ്ഡലി കൺഫ്യൂസ് ആണ്. അയാൾ കൊടുന്നപ്പോ കഴിക്കാൻ തോന്നുന്നുണ്ട്, എന്നാ വേണ്ടെന്നുണ്ട്. ഇഡ്ഡലിയുടെ ഒരു പീസ് എടുത്തിട്ടേ ചട്നിയിലങ്ങോട്ട് കുളിപ്പിച്ചു. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും ആ എരിവുള്ള ചട്നി ഒരു രക്ഷയില്ല ചേട്ടാ. ചേട്ടാ ഒരു മുട്ട റോസ്റ്റ് വേണം. അടിപൊളി ഇഡ്ഡലി. ഇതൊരു പാലക്കാട് ജില്ലയിലേക്കാണ് വന്നത്. നല്ല ഇഡ്ഡലി കിട്ടുന്നില്ല. ഒരു മുട്ടക്കറി വേണം. അല്ല, ഒന്ന് മതിയില്ലേ? കേട്ടോ. നമ്മുടെ പൂരിയും മുട്ടക്കറിയും ചേർന്ന് പിടിപിടിക്കാം. ചേട്ടന് തൃശ്ശൂർ ഭാഷ പറയുകയാണെങ്കിൽ പിടിപിടിക്കാം. മതി. അടിപൊളിയായിട്ട്. നല്ല വീടാ. യെസ്, ശരി. വലിയ ഗ്ലാസ് കണ്ടപ്പോൾ നീ അതെടുത്തോ. ദീപുവിൻ്റെ ചെറിയ ഇങ്ങനത്തെ കുസൃതികളുണ്ട്. അർജുനും അമ്മയും ചിരിക്കുകയായിരുന്നു. കാപ്പി പോലെ തന്നെ ചായയും കിടിലനായിരുന്നു. 4 ഇഡ്ഡലി, 4 അപ്പം, 3 അപ്പോൾ പിന്നെ 4 അപ്പം, ശരിയല്ലേ? പിന്നെ വട 6 അത് 2 വെച്ച് പിന്നെ 4 ശരിയാണ്. പിന്നെ 2 എഗ് റോസ്റ്റ്, പിന്നെ പൂരി 6 പിന്നെ ചായ ഒരു കോഫി ഒരു ചായ. അല്ല, ചായ 3 ഒരു കോഫി 3 ചായ. അപ്പോൾ താഴെ കറക്റ്റാ 370. ഇറങ്ങാൻ നേരത്താണ് ഇവിടെ ഒരു പഴയ കിണർ കണ്ടത്. സംഗതി നമ്മൾ താമസിക്കുന്നത് ഗ്രാമപ്രദേശത്താണെങ്കിലും ഇത്തരത്തിലുള്ള കിണറുകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണിപ്പോൾ. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കട ഉണ്ടാവുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഞങ്ങൾ 4 പേര് ലാവിഷായിട്ട് കഴിച്ചിട്ട് ആകെ 376 രൂപയാണ് ആയത്. അപ്പോൾ നിങ്ങൾ ഷൊർണൂർ ഭാഗത്തൂടെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു കട തന്നെയാണ് ഈ ഒരു കുട്ടേട്ടൻ്റെ അല്ലെങ്കിൽ കുട്ടൻ്റെ കട. അപ്പോൾ രാവിലെ തന്നെ ക്ഷേത്ര ദർശനവും വാടാനംകുറിച്ചി റെയിൽവേ സ്റ്റേഷനും പിന്നെ ഒരു കിടിലൻ നാടൻ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ട് നമ്മുടെ ഷൊർണൂർ യാത്ര തുടരുകയാണ്. ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.